ഇനി നാടൊന്നടങ്കം ഞെട്ടിയ ഒരു മരണവാർത്ത ഇന്ന് പുറത്തു വന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നാണ് ഈ വാർത്ത വന്നത്. വളാഞ്ചേരി തിണ്ടലത്ത് കാർ ചെളിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് രോഗി ചികിത്സ കിട്ടാതെ മരിച്ചു. നെഞ്ചുവേദന വന്ന രോഗിയുമായി പോയ കാറാണ് ചെളി നിറഞ്ഞ പാതയിൽ കുടുങ്ങിപ്പോയത്. ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി കുന്നിടിച്ചതിനെ തുടർന്നുണ്ടായ ചെളിക്കെട്ടിൽ കുടുങ്ങിയാണ് ഈ അപകടം വന്നത്. ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി വളാഞ്ചേരി കരേക്കാട് ഭാഗത്ത് വലിയ അളവിലാണ് കുന്നിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മഴയിൽ കുന്നിന് മുകളിൽ നിന്നും ചെളിയും വെള്ളവും എല്ലാം തന്നെ റോഡിലേക്ക് വലിയ അളവിൽ ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനു പിന്നാലെ റോഡിൽ വലിയ അളവിൽ ചളി രൂപപ്പെട്ടു. പിന്നീട് വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത രീതിയിലായിരുന്നു അവസ്ഥ. ഇതുവഴി രോഗിയുമായി വന്ന കാർ ഇവിടെ ചെളിയിലകപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ രോഗി മരിച്ചു എന്നുള്ളതാണ്. കേരേക്കാട് വടക്കുംപുറം മേഖലയിൽ കുന്നിടിച്ച ഭാഗത്തെ മണ്ണാണ് മഴയിൽ റോഡ് ചെളിക്കുളമാക്കിയത്. കരേക്കാട് റോഡിലേക്ക് ഒഴുകിയ മണ്ണിൽ കുടുങ്ങിയാണ് കാർ നിന്നത്. കാറിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട രോഗിയാണ് ഉണ്ടായിരുന്നത്. ആശുപത്രിയിലേക്ക് പോകാനാവാതെ വാഹനം ചെളിയിൽ കുടുങ്ങി. ഏറെ നേരമാണ് വാഹനം ഇവിടെ കിടന്നത്. ഇതോടെ കാറിലുണ്ടായിരുന്ന രോഗിയായ കരേക്കാട് സ്വദേശി ലാലി എന്ന സൈതാലി ചികിത്സ ലഭിക്കാത്തതിനാൽ മരിച്ചു. ഇതിന്റെ മുമ്പേ ഇത് ഇവിടുന്ന് മണ്ണെടുത്തിരുന്നു. മണ്ണെടുത്ത് ഞങ്ങൾ അതേപോലെ ഞങ്ങൾ ജിയോളജി വകുപ്പിലൊക്കെ പോയിട്ട് ഇത് ബ്ലോക്ക് ചെയ്തായിരുന്നു. അപ്പോൾ വീണ്ടും ഇപ്പോൾ അയാളൊരു ഇതുപോലെ വാശി പോലെ പിന്നെ ഇതിപ്പോൾ KNRCക്ക് കൊടുത്തു. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അത് അനധികൃതമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ചേർന്ന് വാഹനത്തിൽ നിന്ന് സൈതാലിയെ പുറത്തെടുത്ത മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളാണ് പാതയിൽ കുടുങ്ങിയത്. ചില ബൈക്ക് യാത്രക്കാർ തെന്നി വീഴുകയും ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സംഭവ സ്ഥലത്ത് പോലീസ് എത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി. യാതൊരു മുൻകരുതലുമില്ലാതെയാണ് പ്രദേശത്ത് മണ്ണെടുപ്പ് നടത്തിയതെന്നാണ് ആക്ഷേപം. ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനിയുടെ അനാസ്ഥ മൂലം നിരവധി അപകടങ്ങളാണ് ദേശീയപാതയോരത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞു എന്ന് മാത്രം. ഒരു ജീവൻ പൊലിയേണ്ടി വന്നു ഇവർക്ക് ഈ റോഡിലുള്ള ചെളിയെല്ലാം തന്നെ നീക്കം ചെയ്യാൻ. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ ഒരു കാര്യം അറിയിക്കുന്നു. മുംബൈ എയർപോർട്ടിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് പുനരാരംഭിച്ചു. ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു എന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 15 സർവീസുകളാണ് വഴിതിരിച്ചുവിട്ടത്. നേരത്തെ കാഴ്ച പരിമിതി ഉണ്ട്, കാണാൻ കഴിയുന്നില്ല. അത് കാരണമാണ് വിമാനത്തിൻ്റെ എയർപോർട്ടിൻ്റെ സർവീസ് നിർത്തിവെച്ചത്. ഇപ്പോൾ അത് പുനരാരംഭിച്ചു എന്ന വാർത്തയാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കാറ് ചെളിയിൽ കുരുങ്ങിപ്പോയ സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ തള്ളിക്കളയാനാകില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കരാർ കമ്പനിയുടെ അനാസ്ഥ കൊണ്ട് നിരവധി അപകടങ്ങൾ പാതയിൽ ഉണ്ടാകുന്നു. നാട്ടുകാർ ഇതിനെക്കുറിച്ച് ശക്തമായി പ്രതികരിക്കുന്നു. ഈ വെള്ളം വരുന്നത് താഴത്തേക്കാണ്, പാടത്താണ്. അപ്പോൾ ഒരുപാട് 28ഓളം വീടുകളുണ്ട്. 150ഓളം ആളുകൾ താമസിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ മണ്ണെടുക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഉടമ നാട്ടുകാരോടൊന്നും ഒരു പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഇത് പിന്നെ അങ്ങനെ പൊതുവെ ഒരു ജലത്തിൻ്റെ സ്രോതസ്സുള്ള ഒരു ഏരിയയാണ്. അതിനൊക്കെ ശേഷം ഞങ്ങൾ നാട്ടുകാർക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ അപകടത്തിൽ ഒരു ഹേതു എന്നുള്ള സങ്കടമുണ്ട്. ചന്ദ്രൻ ബി ചോദിക്കുന്നു, SK നല്ല നെഞ്ചുവേദന അനുഭവപ്പെടുന്നു, തട്ടിപ്പോകുമോ എന്ന് ചോദിക്കുന്നു. ചന്ദ്രൻ, നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ ഡോക്ടറെ കാണണം, അല്ലാതെ നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കരുത്. നമ്മളതിൻ്റെ വൈദഗ്ധ്യമുള്ള ആൾക്കാരല്ലല്ലോ. ഇപ്പം തന്നെ താങ്കളൊരു ഡോക്ടറെ കാണൂ.